അധ്യായം 3 ദൗത്യം. ജെ വീട്ടിലെത്തി ജനലിനടുത്ത് ചെന്നു നിന്നു. നഗരം ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു പുതിയ ലോകം ഉണർന്നിരുന്നു. അവന്റെ കൈകളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം മുറിയെ പതിയെ പ്രകാശമാനമാക്കി. താൻ ഇനി വെറുമൊരു ബേക്കറി ജീവനക്കാരനല്ലെന്ന് അവനറിയാമായിരുന്നു. പിറ്റേന്ന് രാവിലെ ജെ പതിവ് പോലെ ബേക്കറിയിലേക്ക് പോയി. പക്ഷേ അവന്റെ ചിന്തകൾ മുഴുവൻ പുതിയ ശക്തിയെക്കുറിച്ചായിരുന്നു. ഒരു സാധാരണ ജീവിതം നയിക്കാൻ അവന് കഴിഞ്ഞില്ല. നഗരത്തിന്റെ ഓരോ കോണിലും ഒരു അപകടം പതിയിരിക്കുന്നതായി അവന് തോന്നി. ആ ദിവസം രാത്രി നഗരത്തിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ആളുകൾ പരിഭ്രാന്തരായി ഓട്ടി. ജെയുടെ ഉള്ളിലെ ശക്തി അവനെ ഉണർത്തി. ഇത് തന്റെ ദൗത്യത്തിന്റെ തുടക്കമാണെന്ന് അവനറിഞ്ഞു. ആരും കാണാതെ ജെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറി. അവന്റെ ശരീരം ഒരു പുതിയ രൂപം പ്രാപിച്ചു. നീലയും ചുവപ്പും നിറങ്ങളുള്ള ഒരു കവചം അവനെ പൊതിഞ്ഞു. അവനിനി വെറുമൊരു ജെ ആയിരുന്നില്ല. നഗരത്തിന്റെ രക്ഷകൻ സൂപ്പർ ജെ ആയിരുന്നു. സൂപ്പർ ജെ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് പറന്നു. ആളുകളെ രക്ഷിക്കാൻ അവൻ തന്റെ ശക്തി ഉപയോഗിച്ചു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് അവൻ കുട്ടികളെയും പ്രായമായവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അവന്റെ വേഗതയും ശക്തിയും ആളുകളെ അത്ഭുതപ്പെടുത്തി. അവർ അവനെ ഒരു രക്ഷകനായി കണ്ടു. സൂപ്പർ ജെ തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തീയണയ്ക്കാൻ അഗ്നിശമന സേനയെ സഹായിച്ചു. നഗരം ശാന്തമായപ്പോൾ സൂപ്പർ ജെ വീണ്ടും അപ്രത്യക്ഷനായി. ആരും അവനെ കണ്ടില്ല. അവൻ വീണ്ടും സാധാരണക്കാരനായ ജെ ആയി മാറി തന്റെ രഹസ്യം കാത്തുസൂക്ഷിച്ചു. അടുത്ത ദിവസങ്ങളിൽ നഗരത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സൂപ്പർ ജെ പ്രത്യക്ഷപ്പെട്ടു. ഒരു മോഷണം, ഒരു അപകടം, എല്ലാറ്റിലും അവൻ ഒരു രക്ഷകനായി. ജെയുടെ ജീവിതം ഒരു ഇരട്ട ജീവിതമായി മാറി. പകൽ ബേക്കറിയിൽ കേക്കുകൾ ഉണ്ടാക്കി, രാത്രിയിൽ സൂപ്പർ ജെ ആയി നഗരത്തെ സംരക്ഷിച്ചു. അവന്റെ രഹസ്യം ആരും അറിഞ്ഞില്ല. അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. അവന്റെ ഉള്ളിലെ അന്യഗ്രഹ ജീവിയുടെ ഊർജം അവനെ കൂടുതൽ ശക്തനാക്കി. നഗരത്തിന്റെ സൂപ്പർ ജെ ആയി ജെ തന്റെ പുതിയ ദൗത്യം തുടർന്നു. ഓരോ ദിവസവും ഒരു പുതിയ സാഹസിക യാത്രയായിരുന്നു അവന്. Subscribe for more. Thank you.